അഭിലാഷ് ജോൺ എന്ന ക്യാരക്ടറാണ് ചന്തു അഭിനയിച്ചത്. ഡെഫിനറ്റ്ലി ചന്തു, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. വളരെ ട്രിക്കി ആയിട്ടുള്ള കാസ്റ്റിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞൊരു കാരണം. അപ്പൊ ചന്തു എന്ത് പറഞ്ഞില്ലേലും മറ്റേ മെയിൻ സാധനം പറയേണ്ടി വരും അല്ലേ, ഒന്നുകൂടെ പറയിച്ചിട്ട് വേണമെങ്കിൽ നിർത്താം. പക്ഷെ അത് മാത്രമല്ല, രണ്ടു വാക്ക് പറഞ്ഞോ, കുഴപ്പമില്ല. ഇന്ന് അത് മാത്രം പറഞ്ഞാൽ മതി. പറയണ്ടേ? ലാസ്റ്റ് ടൈം 1 year സെലിബ്രേഷൻ. സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഇല്ല, എഴുതിക്കൊണ്ട് വന്നിട്ടില്ല. ഇല്ല ഇല്ല, സത്യം എഴുതിക്കൊണ്ട് വന്നിട്ടില്ല. ഇല്ല, അപ്പൊ കഴിഞ്ഞൊരു വർഷമായിട്ട് ഞാൻ എവിടെ മൈക്ക് കിട്ടിയാലും അപ്പൊ ആദ്യം ചെയ്യുന്നത് ലൂസ് അടിക്കടാ പറയല. ഇവിടെയും അത് പറഞ്ഞുകൊണ്ട് ഇതോടുകൂടി ഈ ലൂസ് അടിക്കൊരു അവസാനം ഞാൻ, അതെ, ഇതോടുകൂടി ഇത് അവസാനത്തെ ലൂസ് അടിയാണ് എന്റെ. അത് പറഞ്ഞിട്ടാ. ഇല്ല, എല്ലാരും കഴിക്കണേ, ഇത് അവസാനത്തെ ലൂസ് അടിയാ. അതുകൊണ്ടാ ലൂസ് അടിക്കടാ. അതോടെ ലൂസടി സമാപ്തി. താങ്ക് യു സോ മച്ച് ചന്ദ്രു സലീം കുമാർ. ഗിവ് ഹിം എ ലൗഡ് റൗണ്ട് ഓഫ് അപ്ലോസ്. നല്ലൊരു കാര്യം. എവിടെ സുഭാഷ് ചന്ദ്രൻ ആയി ശ്രീനാഥ് ബാസിയാണ് ഗുണ കേവ്സിലെ കൊക്കയിലേക്ക് വീണത്. I think the biggest challenge in this movie must have been you, no? You have something to say? I'm right, no? Yeah, what's your question? First just say something nice and then let's say something nice. Yeah. Thank you. No, really, Sherikinam, thank you, Kamal sir, for coming here and blessing all of us. This film is a miracle. Basically, like how you said, it must have been a pain to have me. But but I had all of them around me to, basically show me the ropes, literally. So thank you, and yeah, God bless you all. No, but honestly, I think the casting of this film, നിങ്ങൾ ഓരോ ക്യാരക്ടേഴ്സും you've done such a spectacular job. ഈ 11 മഞ്ഞുമൽ ബോയ്സ് ആയിട്ട് എത്തിയതിൽ സുഭാഷ് was written for you. You did your absolute best, and ആ പ്രേക്ഷകർ ഇതിന് ഇത്രയും വലിയ അംഗീകാരം നൽകിയതും അതുകൊണ്ടാണ്. It doesn't matter personal life, you do you, man, do you. ഇല്ല. Okay, take it. I was speaking to Srirag. I don't know whether I should say this. So I was like, അതുകൊണ്ടാണോ ബാസിനെ കൊക്കയിലേക്ക് തള്ളിയിട്ടത്? ഇത്രയും പേരിൽ anybody could have gone in. They dropped you because to reduce the challenge. No, nothing like that. I guess it's because I went inside, Saubi came to save. So that doubtful if someone else went. No, nothing like that. I was just available. It's a God's blessing that we all get to make these films. അപ്പോൾ അങ്ങനെ എന്താ പറയുക, എനിക്ക് അങ്ങനെ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഇറ്റ് ഡസൻറ്റ് റിയലി മാറ്റർ. ശരിക്കും ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ആണ് ഇങ്ങനത്തെ ഒരു അവസരത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് വരാൻ പറ്റിയതും ഒരുമിച്ച് ഇതുപോലൊരു പടം ഉണ്ടാക്കാൻ പറ്റിയതും ബിയോണ്ട് എവറിത്തിങ്. സോ ബാക്കിയുള്ള ഹ്യൂമൻ സെമാൻറ്റിക്സ് അല്ലേ. ഓക്കെ, താങ്ക് യു, ഗോഡ് ബ്ലെസ് യു, താങ്ക് യു. But I still remember ഇവരൊക്കെ they were so excited about this movie before the movie came out. ഇത് പുറത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഇവരെയൊക്കെ കാണുമ്പം. They couldn't wait. പ്രേക്ഷകർ ഇത് കാണാൻ വേണ്ടി ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. Now അത് കണ്ട ശേഷം we understood why. Well, of course, സുഭാഷിന് അവാർഡ് കൊടുത്താൽ കുട്ടേട്ടന് നമ്മൾക്ക് എങ്ങനെ കൊടുക്കാതിരിക്കാം. സൗബിൻ ഷാഹിർ നമ്മളുടെ കുട്ടേട്ടനായി, കുട്ടൻ ചേട്ടനായി ഈ സിനിമയിലെത്തി. സിജു ഡേവിഡ് എന്ന കഥാപാത്രം. I think it's a very beautiful moment. മകനെ കമൽ, അവൻ തിരിഞ്ഞു നിൽക്കുന്നു. കമൽ മോളെ, യാ. Give him a loud round of applause. ഞാനിത് പറഞ്ഞിട്ട് ഞാൻ വിളിക്കാം, അത് വിളിച്ചോളൂ. താങ്ക് യു കാണുമ്പോ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇതിപ്പോൾ ഒരു വർഷം നമ്മൾ 22-ാം തീയതി പടം ഇറങ്ങി അതിൻ്റെ സെയിം ഡേറ്റ് തന്നെ അതിന് മുമ്പും ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുറേ കാര്യങ്ങളാൽ അത് നീണ്ടുപോയി. എല്ലാവരും അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് വന്നത്. പിന്നെ വലിയൊരു ഫംഗ്ഷൻ നടത്തുന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് ഇങ്ങനെ നമ്മൾ ഇവിടെ വരെ എത്തിച്ചത്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ
കുറേ എന്താ പറയുക സന്തോഷങ്ങളും സങ്കടങ്ങളും നിറച്ചു തന്ന ഒരു മൂവിയും കൂടിയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ. ഒരിക്കലും മറക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. നല്ലതും ചീത്തവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് എന്നാലും അതിൻ്റെ മേലിൽ എപ്പോഴും നന്മയുണ്ടാവും തോന്നിയതുകൊണ്ട് മാത്രം ഈ മഞ്ഞുമൽ ബോയ്സ് ഇപ്പോഴും നമ്മളെ കേരളത്തിലെ ഏറ്റവും നല്ല ചിത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതിൽ വളരെയധികം സന്തോഷം. എല്ലാത്തിൻ്റെ മേലിലും ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. പിന്നെ വാപ്പ, ബാബു, ഷാഹിർ, ഡാഡി, മമ്മി, വൈഫ് ജാമിയ, ജോയി, ഒറാൻ എല്ലാവരും ആ സമയത്ത് എൻ്റെ കൂടെ നല്ല ഒരു എന്താ പറയുക പ്രാർത്ഥനയോട് കൂടെ നിന്നിട്ട് മാത്രം ഈ പടം എൻ്റെ എന്താ പറയുക സുഹൃത്തുക്കളുടെ ഫാമിലി എല്ലാവരും കൂടി നല്ല രീതിയിൽ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് മുമ്പിലെത്തിയത്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അടുത്തത് അരുൺ കുര്യൻ. Can we welcome Arun Kurien? Kamal sir, please. സുജിത്തിന്റെ ക്യാരക്ടറാണ് അരുൺ അവതരിപ്പിച്ചത്. ട്രോഫി വരുമോ മക്കളെ? ഒരു രസം ഉണ്ടായിരുന്നു ഒരു ട്രോഫിയൊക്കെ അവിടെ സംസാരിച്ചു വന്നോ? സുഖ പരിപാടി. കറക്റ്റ് നെയിം നമ്മൾ സംസാരിക്കാം. അരുൺ പ്ലീസ് ടെൽ us what you, I mean, കുറേ കാര്യങ്ങൾ നിങ്ങൾ കുറേ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് അത്രയും വലിയൊരു ഹിറ്റ് ആയിരുന്നു. പക്ഷേ ലൈക്ക് ഐ സെഡ്, നിങ്ങളുടെ സ്വന്തം സെലിബ്രേഷൻ ആയതുകൊണ്ട് ഐ ഹാവ് ടു ആസ്ക് ദ സെയിം ക്ലീഷേഡ് തിങ്സ്. Why don't you receive your trophy? Give him a loud round of applause. അരുൺ കുര്യൻ, സുജിത് എന്ന കഥാപാത്രമാണ് സ്ക്രീനിൽ നിങ്ങൾ കണ്ടത്. ഹലോ, ഫസ്റ്റ് ഓഫ് ഓൾ ചിതു, സൗബിക്ക, ഷജുക്ക, ബിനുചേട്ടൻ, ശ്രീരാഗ്, എല്ലാ ADs, എല്ലാ ആർട്ടിലെ എല്ലാവരും നമ്മൾ ഈ പടം ഒരു സംഭവമാക്കി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഓൾ ഓവർ ഇന്ത്യ എല്ലാവർക്കും താങ്ക് യു. ഇപ്പോൾ എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി. അതാണ് എനിക്ക് ഈ പടത്തിലൂടെ കിട്ടിയ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. ഐ ഫീൽ ഐ മെറ്റ് എ ലോട്ട് ഓഫ് ന്യൂ ഫ്രണ്ട്സ്. സോ താങ്ക് യു സോ മച്ച്. ഞങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നു നിങ്ങൾക്ക് കേട്ടോ. അടുത്തത് ഓഫ് കോഴ്സ് ഖാലിദ് റഹ്മാൻ. പ്രസാദ് എന്ന ക്യാരക്ടറാണ്. അൺഫോർച്ചുനേറ്റ്ലി ഖാലിദിന് ഇവിടെ എത്താൻ പറ്റിയില്ല ഇന്ന്. ബട്ട് അഗൈൻ വണ്ടർഫുൾ കോൺട്രിബ്യൂഷൻ ഫ്രം ഹിസ് സൈഡ്. ലാൽ ജൂനിയർ ഉണ്ടോ? ജീൻ ഉണ്ടോ? ജീനും വന്നിട്ടില്ല. അഭിരാം ഉണ്ട്. അഭിരാം രാധാകൃഷ്ണൻ ആസ് അനിൽ is here. സ്ക്രിപ്റ്റ് വായിക്കാതെ 1 year സക്സസ് പാർട്ടി വരെ എത്തി നിൽക്കുന്ന അഭിരാം. ഇതൊക്കെയാണ് എന്താ പറയുക സെലക്ഷൻ എന്ന് പറയുന്നത്. സർട്ടിഫിക്കറ്റ് ആദ്യമായിട്ട് അഭിരാമനാണോ വരുന്നത്? അതാണ് ഈ ഒരു രാശി നല്ലതാണെന്നൊക്കെ പറയില്ലേ. സ്ക്രിപ്റ്റ് വായിക്കാത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ്. കമൽ സാർ, താങ്ക് യു. സാറിൻ്റെ കൂടെ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. പ്ലസ് ഈ സിനിമയിലേക്ക് എന്നെ ക്ഷണിച്ച എൻ്റെ സുഹൃത്തുക്കൾ, സൗബിൻ പ്രധാനപ്പെട്ട വ്യക്തിയാണ് അതിൽ. കാരണം ഒരു 7 വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു പറവ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. അതുപോലെ ഒരു ചെറിയൊരു കഥാപാത്രം അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് കഴിഞ്ഞപ്പോൾ സൗബിൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട്. അതായത് ഈ സിനിമ റിലീസായി കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ നിനക്ക് മലയാള സിനിമയിൽ മറ്റൊരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടുന്നു. ആ പ്രവചനം അക്ഷരം പ്രതിഫലിച്ചു. അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് സുഡാനി ഫ്രം നൈജീരിയയിലേക്ക് അഭിനയിക്കാനായിട്ട് സമീർ ഭായിനെ വിളിക്കുന്നത്. അത് ഒരു വലിയൊരു ബ്രേക്ക് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ, എൻ്റെ തൊഴിൽ മേഖലയിൽ എന്ന് പറയാം. ഞാൻ സൗബിൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത് എനിക്കൊരു തൊഴിലവസരം തരാമോ എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് മറ്റൊരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായിരുന്നു ചിദംബരത്തിൻ്റെ ജാനേമൻ എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ആ സിനിമയും മറ്റൊരു നാഴികക്കല്ലായി ജീവിതത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞുമൽ ബോയ്സിലേക്ക് എത്തുമ്പോഴേക്കും അവർ രണ്ടുപേരുടെയും, സൗബിൻ്റെയും ചിദംബരത്തിൻ്റെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അതേപോലെ എൻ്റെ ആദ്യത്തെ സിനിമയായ ചന്ദ്രേട്ടനെ വഴിയായ ക്യാമറ ചലിപ്പിച്ച ഷൈജു ഖാലിദ് തന്നെയാണ് ഇതിൻ്റെ ക്യാമറയെ ചലിപ്പിച്ചത്. എല്ലാം കൊണ്ടും മഞ്ഞുമൽ ഒരു എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആയ പോലത്തെ ഒരു അനുഭവമാണ് എനിക്കുള്ളത്. ഈ 1 വർഷത്തെ ആഘോഷത്തിൽ ഇവിടെ പങ്കെടുത്ത മഞ്ഞുമലിലെ എല്ലാ കൂട്ടുകാർക്കും, എല്ലാ സഹപ്രവർത്തകർക്കും, എല്ലാവർക്കും, സഹോദരി സഹോദരന്മാർക്കും താങ്ക് യു ഓൾ. ലവ് യു ഓൾ. താങ്ക് യു. Thank you so much. Congratulations, Abhiram. അടുത്തതായി let's give it up for Deepak Parambol. സുധീന് ജീവൻ നൽകിയ Deepak Parambol is here. Kamal siril നിന്നും trophy ഏറ്റുവാങ്ങാനായി for being part of this benchmark of a film in the Malayalam industry. Deepak Parambol, ladies and gentlemen. Trophy, certificate ഒന്നും പറയാനില്ലല്ലോ, ഞാൻ ഈ ചോദിച്ച ചമ്മണ്ടല്ലോ.
Okay, thanks, Deepak. I would like to now welcome Balu Varghese. 6 in John. Come on, sir. There's a certificate also. Balu, എല്ലാവരും പിടിച്ചിട്ട് പറയാൻ പണിയാണ്. താങ്ക് യു. ഇത് ശരിക്കും നിന്നെ വിളിച്ച് ഓക്കെ. ആക്ച്വലി ഈ ഒരു ദിവസം ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് വായിച്ച ദിവസം തുടങ്ങി നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന, ശരിക്കും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചൊരു ദിവസമായിരുന്നു അത്. എന്താണ് അത് ശരിക്കും സാക്ഷാത്കരിച്ചു. താങ്ക് യു സോ മച്ച് ചിതു, സൗബി. ഇങ്ങനത്തെ ഒരു സിനിമ നിങ്ങൾ ആസ് എ പ്രേക്ഷകൻ എന്ന രീതിയിൽ മലയാള സിനിമയ്ക്ക് തന്നതിൽ, ആസ് എ ആക്ടർ ഞങ്ങൾക്ക് അഭിനയിക്കാനുള്ളൊരു അവസരം കൂടി കിട്ടിയതിൽ താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരുപാട് സിനിമകൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റട്ടെ, കനക്കാൻ പറ്റട്ടെ. താങ്ക് യു. So, some of our actors would love to receive an award, but before that, of course, we have someone who's very, very special. Obviously, like I said, മക്കൾ നന്നായി ചെയ്യുമ്പം ഏറ്റവും പ്രൗഡ് ആവുന്നത് നമ്മളുടെ പേരൻസ് ആണ്. ഐ എം വെരി ക്ലോസ് ടു മൈ മം. ഐ എം ഷുവർ നമ്മളൊക്കെ നമ്മളെ അമ്മമാർ വെരി സ്പെഷ്യൽ. സോ ഐ തിങ്ക് ഈ ഒരു മൊമെന്റിൽ വി വാണ്ട് ടു സെലിബ്രേറ്റ് the amazing woman that is responsible for 2 amazingly beautiful children. I don't know how this happened, but one of those children was a casting director of this film, and Mate's son was the director and scriptwriter of this film. Ladies and gentlemen, nalloru kayadiyode can we please welcome another Aparna, പക്ഷേ this time Chidu's and Ganu's mother, Aparna Poduval. Aparna auntie will please come on stage. Auntie, thank you for bringing up such creative kuttigal, and now they are veliya kuttigal who are making you proud. Can we give her a loud round of applause for all the mothers out there? For all the mothers out there, and തീർച്ചയായിട്ടും ഇവിടെ success celebrate ചെയ്യുന്ന എല്ലാവരും, they have a proud mom at home like you. And from Aparna Balamurli to Aparna Poduval. നല്ലൊരു കാര്യം കൊടുക്കാം guys, come on. നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് 2 മക്കളും വർക്ക് ചെയ്ത മൂവി മാത്രമല്ല, കേരള അല്ല ലോകം മുഴുവനും അറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ആദ്യം തന്നെ ദൈവത്തിനാണ് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഈ സിനിമയുടെ അകത്തും പുറത്തും ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സായ ശ്രീ ബാബു ഷാഹിർ ആൻഡ് സൗബിൻ ഷാഹിർ ആൻഡ് ഷോൺ, ഒരുപാട് നന്ദി എല്ലാവർക്കും. മക്കളെ ഒരുപാട് സ്നേഹം, സന്തോഷം. Let me call them. Chidu and Ganu, take a quick picture on stage with your mom. Baba, manikanda. Namele. We have all been victims of this shame. I know. Appa, you can stand also. No? Venda. Give them a loud round of applause, guys. I think all parents have a dream to have their kids experience success. Here's a testament to that. Thank you guys. You can stay back and give a few more, please. മറ്റൊരു വളരെ പേഴ്സണലായിട്ടുള്ള ഒരു സന്തോഷം, ഈ സിനിമ ഗുണയെ നമ്മുടെ ഓർമ്മകളിലേക്ക് തിരിച്ചു കൊണ്ടുവന്നുള്ളതാണ്. ഗുണ സംവിധാനം ചെയ്യാനുള്ള അവസരം എന്നിലാണ് ആദ്യമേ എത്തിയത്, പക്ഷേ അത് സംഭവിക്കാതെ പോയി. അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളുടെ അവസാന ഘട്ടം വരെ ഞാൻ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അക്കാലത്ത് എൻ്റെ മറ്റ് കമ്മിറ്റ്മെൻറ്റ്സിൻ്റെ ഇടയിൽ ഈ സിനിമ ചെയ്യാൻ കഴിയാതെ പോയി. അതൊരു വലിയ നഷ്ടമായിട്ട് ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. വീണ്ടും ഏതാണ്ട് 30 വർഷങ്ങൾക്ക് ശേഷം ഗുണ അങ്ങനെ ഒരു ചർച്ചകളിലേക്ക് വന്ന് പുതിയ തലമുറ അത് വീണ്ടും കാണാൻ ആഗ്രഹിച്ചതിന് കാരണമായ ഈ സിനിമയുടെ വിജയവും എനിക്ക് വളരെ സ്പെഷ്യലാണ്. ഈ ടീമിന് മൊത്തം ചിദംബരവും സൗബിനും ഷൈജുവും ഉൾപ്പെടെയുള്ള എൻ്റെ ടീമിനും ഇതിൽ അഭിനയിച്ച ഓരോ വ്യക്തികൾക്കും ഇതിനുള്ളിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. നന്ദി.
Thank you so much. അതെനിക്കൊരു pleasant surprise ആയിരുന്നു. I didn't know about it that Guna came to you, but hey, കറങ്ങി തിരിഞ്ഞ സാറിന് ഗുണയായിട്ട് എന്തോ കണക്ഷൻ ഉള്ള പോലെയാണല്ലേ all the time. വിനുകൃഷ്ണൻ sir, thank you for joining us. And എന്താണ് ഈ അവസരത്തിൽ മഞ്ഞുമൽ ബോയ്സ് ആൻഡ് കുറച്ച് ഗേൾസിന് എടുത്ത് പറയാനുള്ളത്? നമസ്കാരം. മലയാള സിനിമയെ ഇന്ത്യൻ സിനിമയുടെ ഭൂപടത്തിൻ്റെ ഏറ്റവും മുകളിൽ പ്രതിഷ്ഠിച്ച സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. അപ്പോൾ മലയാള സിനിമ മഞ്ഞുമൽ ബോയ്സിനെ പുറകിൽ പ്രവർത്തിച്ച, മുമ്പിൽ പ്രവർത്തിച്ച എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. കാരണം മഞ്ഞുമൽ ബോയ്സ് ആണ് ഇന്ന് മലയാള സിനിമയുടെ ഒരു ബെഞ്ച് മാർക്ക്. പിന്നെ ഏറ്റവും സന്തോഷകരമായ കാര്യം, ഞാൻ ഇവിടെ നോക്കിയപ്പോൾ രാകേഷുണ്ട്, അനിലുണ്ട്, തിയേറ്റർ ഉടമകളുണ്ട്, ആക്ടേഴ്സ് ഉണ്ട്, സാങ്കേതിക പ്രവർത്തകരുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു മലയാള സിനിമയുടെ കാലാവസ്ഥയിൽ നമുക്ക് നമ്മളുടെ ഇടയിലെ ഹാർമണി വീണ്ടെടുക്കാനുള്ള ഒരു അവസരമായിട്ട് കൂടി ഞാൻ ഈ വിജയാഘോഷത്തെ കാണുന്നു. ഇതുപോലുള്ള വലിയ വിജയങ്ങൾ മലയാള സിനിമയ്ക്ക് ഉണ്ടാകട്ടെ. ഇതിൻ്റെ മുമ്പിലും പുറകിലും പ്രവർത്തിച്ചവരെല്ലാം ഏറെ പ്രിയപ്പെട്ടവരാണ്. എനിക്ക് ഏറെ പ്രിയപ്പെട്ട ആളാണ് സൗബിനും സൗബിൻ്റെ പിതാവുമാണ് ഈ സിനിമയുടെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത് മലയാള സിനിമയിലെ ഏറ്റവും പ്രതിഭാധനായ ഡയറക്ടർമാർ എണ്ണം പറഞ്ഞ 2-3 പേർ പുതിയ ആളുകളെ പറ്റി പറയാൻ പറഞ്ഞാൽ അതിലെ ആദ്യ പേരുകാരിൽ ഒരാളാണ് ചിദംബരം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകനാണ് ചിദംബരം. ഏറ്റവും പ്രിയപ്പെട്ട ഛായാഗ്രഹകനാണ് ഷൈജു ഖാലി. അതുപോലെ അജയൻ ചാലിശ്ശേരി, വിവേക് ഹർഷൻ, സുഷിൻ, ഇങ്ങനെ പ്രതിഭകൾ എല്ലാം ഒന്നു ചേർന്നപ്പോൾ മലയാള സിനിമയ്ക്ക് ഇന്ത്യൻ സിനിമയുടെ, ലോക സിനിമയുടെ മുമ്പിൽ നിവർന്നു നിൽക്കാനുള്ള ഒരു സിനിമയാണ് നമുക്ക് കിട്ടിയത്. നിങ്ങൾ ഇനിയും നിങ്ങളുടെ വിജയം ആവർത്തിച്ച് ഇതുപോലുള്ള വിജയാഘോഷങ്ങളിലേക്ക് ഞങ്ങൾക്ക് ഇനിയും വരാനും നിങ്ങളെ കാണാനും ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you so much, and I think so well said, because we have industry-less seniors here and we've got these young blood മലയാളം സിനിമയിൽ. ആൻഡ് ഒരു സംശയം ഉണ്ടായിരുന്നു മലയാളികൾക്ക് തന്നെ, ഒരു പ്രേക്ഷക എന്ന നിലയ്ക്ക് മലയാളം സിനിമ ഇനി ആര് മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ. ഇത്രയും അമേസിംഗ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ സംശയം മഞ്ഞുമൽ ബോയ്സ് വന്നങ്ങ് തീർത്ത് തന്നു. ഞങ്ങളുണ്ട്, ഞങ്ങൾ നോക്കിക്കോളാം. We are here, we will take the movie industry forward. Thank you for giving us the confidence in the youth of the Malayalam creative genes out there.